നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നിങ്ങളൊരു സെയിൽസ്മാൻ ആണോ? അതിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങൾ സെയിൽസ് കൂട്ടണം അല്ലെങ്കിൽ ബിസിനസ് കുറച്ചുകൂടി നന്നായി വളർത്തണം എന്ന് ഉള്ളിൽ തട്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? ആണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനും നിങ്ങൾ സെയിൽസ് ചെയ്യുന്ന രീതി കുറച്ചുകൂടെ മനോഹരമാക്കി മാറ്റാനും കസ്റ്റമേഴ്സുമായിട്ട് കുറച്ചുകൂടെ നല്ല റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുവഴി മൾട്ടിപ്പിൾ സെയിൽസ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സെയിൽസ് റേഷ്യോ കൂട്ടുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാന്റെ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത്. സെയിൽസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 പേരെ പോയി കണ്ടാൽ അതിൽ 2 സെയിൽസ് ആണ് കിട്ടുന്നതെങ്കിൽ 10:2 ആണ് അദ്ദേഹത്തിന്റെ സെയിൽസ് റേഷ്യോ. ആ 10 പേരെ കണ്ടാൽ 10 സെയിൽസും ക്ലോസ് ചെയ്യുന്ന വ്യക്തിക്ക് 10:10 ആയിരിക്കും. 10 പേരെ കണ്ടാൽ 10 ക്ലോസ് ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ സെയിൽസ് റേഷ്യോ. എന്നാൽ ഒരു മിടുക്കനായ സെയിൽസ്മാൻ ആണെങ്കിൽ, മിടുക്കനായ ബിസിനസ്മാൻ ആണെങ്കിൽ ഒരാളെ കണ്ടാൽ തന്നെ 10 സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ വ്യക്തിയുമായി നല്ലൊരു ബന്ധമുണ്ടാക്കി ആ വ്യക്തിയുമായി നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ 9 സെയിൽസ് കൂടി നിങ്ങൾക്ക് റെഫർ ചെയ്തു തരും. അപ്പൊ നമ്മുടെ സെയിൽസ് റേഷ്യോ കൂട്ടാനായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ആ രഹസ്യങ്ങൾ? സെയിൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. നമ്പർ 1, ബിൽഡ് റാപ്പോ. നമ്മൾ കാണാൻ പോകുന്ന ആ കസ്റ്റമറുമായി, നമ്മൾ കാണാൻ പോകുന്ന ആ വ്യക്തിയുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ട ഒന്നാമത്തെ ദൗത്യം. നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, നല്ലൊരു ബന്ധം ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ 90% ആ സെയിൽസിന് വേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന കസ്റ്റമർ കേൾക്കും. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കസ്റ്റമർ നിങ്ങളോട് സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാരായും. എന്നാൽ ഈ ബന്ധമില്ലെങ്കിൽ എത്ര കണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്താലും സെയിൽസ് കൂടണമെന്നില്ല. അപ്പൊ ബന്ധം ഉണ്ടാവണേ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ട് ബന്ധം ഉണ്ടായെന്ന് ആലോചിക്കുക. എങ്ങനെയാ ബന്ധം ഉണ്ടായത്? നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന വ്യക്തിയോടായിരിക്കില്ല നിങ്ങൾക്ക് ബന്ധമുള്ളത്. മറിച്ച് നിങ്ങൾ വീണ് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറത്ത് തട്ടി നിന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ ആളുകളോട് നമുക്കൊരു ബന്ധമുണ്ട്. അതല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നിന്നെ കൊണ്ടത് പറ്റും, നീ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച, പ്രോത്സാഹിപ്പിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് ബന്ധം കാണും. അപ്പൊ ബന്ധത്തിന്റെ ആധാരം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഒരു റിലേഷന്റെ, ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഗിവിംഗ് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്നിടത്ത് ബന്ധം ഉണ്ടാവും. ഒരു ആത്മവിശ്വാസം നമ്മൾ ഇടപെടുന്ന വ്യക്തിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ബന്ധമുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആളുകളും എന്നെ ഫോൺ വിളിക്കുന്നതും നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവണത്? മറ്റൊരു റീസണുമില്ല. ഈ വീഡിയോസ് എവിടെയൊക്കെയോ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ആ ആത്മവിശ്വാസം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഈ വീഡിയോയിലൂടെ ആണെങ്കിൽ പോലും ഒരു റിലേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നിങ്ങൾ ഇടപെടുന്ന കസ്റ്റമറുടെ അടുത്ത് നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയണം. ആ ബന്ധം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ കസ്റ്റമർക്ക് ആത്മവിശ്വാസം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. അതിനായി കുറേയധികം ക്വാളിറ്റീസ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിക്കാനും അത് ഡെവലപ്പ് ചെയ്യാനും തയ്യാറാണെങ്കിൽ നമുക്കും സുദൃഢമായ ബന്ധങ്ങൾ കസ്റ്റമറുമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. സീക്രട്ട് നമ്പർ 1 ആണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. 2, ക്രിയേറ്റ് എ സെൻസ് ഓഫ് അർജൻസി. ഒരു അർജൻസി ഉണ്ടാവും. നമ്മുടെ കസ്റ്റമർക്ക് എപ്പോഴെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി, എപ്പോഴെങ്കിലും നമ്മുടെ സർവീസ് വാങ്ങിച്ചാൽ മതി എന്നൊരു ചിന്ത ആയിരിക്കരുത് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കണം. ആ പ്രശ്നം അദ്ദേഹത്തിന് ഇന്ന് സോൾവ് ചെയ്താൽ ഒട്ടനവധി ഗുണങ്ങൾ കിട്ടുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. 1 കൊല്ലം കഴിയേണ്ട തീരുമാനം എടുക്കാനായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന വഴി യഥാർത്ഥ നഷ്ടം കസ്റ്റമർക്ക് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ തട്ടി തോന്നണം. വെറുതെ തോന്നിയാൽ പോരാ, ഉള്ളിൽ തട്ടി തോന്നണം. കസ്റ്റമറുടെ പ്രശ്നം അർജന്റായി തന്നെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തട്ടി തോന്നിയിട്ട് വേണം കസ്റ്റമർക്ക് ആ അർജൻസി ഫീൽ കൊടുക്കാൻ. അത് മനസ്സിൽ കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല നമ്മൾ ചിന്തിച്ചിട്ട് കസ്റ്റമറോട് നിങ്ങൾക്ക് ഇത് അർജന്റ് ആണ്, നിങ്ങൾക്ക് ഇത് അർജന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിങ്ങളുടെ മനസ്സ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ മനസ്സിൽ തട്ടി തന്നെ കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് അർജന്റ് ആണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ അർജൻസി കാണിച്ചു കൊടുക്കാൻ കഴിയും. നമുക്കറിയാം സെയിൽസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഇമോഷൻ ആണ്. നമ്മുടെ വികാരം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് സെയിൽസ്. അത് നമ്മുടെ എന്തൂസിയാസം ആണെങ്കിലും നമ്മുടെ അർജൻസി ആണെങ്കിലും നമ്മുടെ ആ നീഡ് ഹൈലൈറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം, ആ ഇമോഷൻ കൈമാറാൻ കഴിയണം. അപ്പൊ ഇമോഷൻ കൈമാറാൻ കഴിയണമെങ്കിൽ ആദ്യം നമുക്ക് ആ ഇമോഷൻ വേണം. കസ്റ്റമറുടെ പ്രശ്നം മനസ്സിലാക്കി ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് ഉള്ളിൽ തട്ടി ആഗ്രഹിക്കുക.
അർജൻസി എന്താണെന്ന് കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് സീക്രട്ട് നമ്പർ 2. 3, യൂസ് ട്രയൽ ക്ലോസസ്. ട്രയൽ ക്ലോസ് പരീക്ഷിക്കാൻ തയ്യാറാണ്. എന്താണ് ട്രയൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടാം, നിങ്ങളത് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആദ്യം ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നിരിക്കട്ടെ. അതിനുശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതും ചെയ്തു എന്നിരിക്കട്ടെ. അതിനുശേഷം ഒരു കമന്റ് കൂടി രേഖപ്പെടുത്തുക. ഇത് 3 നിങ്ങൾ ചെയ്യാമെങ്കിൽ ഞാൻ 4ാമത് പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവും. ഇതാണ് ട്രയൽ ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ചെറിയ കാര്യങ്ങളിൽ ആളുകളോട് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ വരുമ്പോഴും അവരത് ചെയ്യും. അപ്പൊ ഈ ട്രയൽ ക്ലോസിനെ പറ്റി ഞാൻ അധികം സംസാരിക്കുന്നില്ല. നിങ്ങളുടെ സെയിൽസിന് ഇറങ്ങുന്ന സമയത്ത്, കസ്റ്റമറുമായി ഇടപെടുന്ന സമയത്ത് കസ്റ്റമറെ കൊണ്ട് മാക്സിമം എസ് പറയിപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. കസ്റ്റമർ വീണ്ടും എസ് ആണ് പറയുന്നതെങ്കിൽ അവസാനം പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ കാര്യം പറയുമ്പോഴും അദ്ദേഹം യെസ് പറയും. അപ്പൊ ഇത് പറയിപ്പിക്കാനായി ഇത്രമാത്രം ചെയ്താൽ മതി. നല്ല പെരുമാറ്റം ഉണ്ടാക്കുക, കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറുക, കസ്റ്റമർക്ക് എസ് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ട്രയൽ ക്ലോസിംഗ് മെത്തേഡ് ഫൈനൽ ക്ലോസിംഗിന് ഒരുപാട് സഹായിക്കും. ഇത് പ്രൂവ്ഡ് ആണ്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. സീക്രട്ട് നമ്പർ 4. 4ാമത്തെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആസ്ക് ഫോർ സെയിൽ ചോദിക്കണം. നിങ്ങളൊരു സാധനം വിൽക്കാൻ പോയിട്ട്, നിങ്ങളൊരു സേവനം വിൽക്കാൻ പോയിട്ട് കസ്റ്റമറുമായി നല്ല ബന്ധം ഉണ്ടായി, കസ്റ്റമറുമായിട്ട് കൃത്യമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അർജന്റ് ആണോ പ്രൊഡക്റ്റ് എന്ന് കസ്റ്റമർക്ക് വ്യക്തമാക്കി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കസ്റ്റമറോട് സെയിൽസ് ചോദിക്കുന്നില്ലേ, പിന്നെ എന്തിനാ അവിടെ പോയത്? നിങ്ങൾ ആ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ അവയർനെസ് ഓഫീസർ അല്ല എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും കുറെ ആളുകളെ പഠിപ്പിക്കാൻ ഇറങ്ങിയ വ്യക്തിയല്ല. നിങ്ങൾ സെയിൽസിന് ഇറങ്ങിയ വ്യക്തിയാണ്. നിങ്ങൾ സെയിൽസ്മാൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെയിൽസ് ചോദിക്കണം. ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണുന്ന സെയിൽസ്മാൻമാർക്ക് കച്ചവടം കിട്ടാത്തതിന്റെ റീസൺ അവരെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എണീറ്റ് പോകും. പ്രത്യേകിച്ച് കസ്റ്റമറോട് സെയിൽസ് ചോദിക്കില്ല. കസ്റ്റമറായിട്ട് തന്നെ കാശ് എടുത്തോണ്ട് വരട്ടെ, അല്ലെ കസ്റ്റമറായിട്ട് തന്നെ ആ പ്രൊഡക്റ്റ് ഇങ്ങ് തരൂ, ഞാൻ ക്യാഷ് തരാം എന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ആസ് എ സെയിൽസ്മാൻ യു ഷുഡ് ആസ്ക്. നിങ്ങൾ ചോദിക്കണം, സെയിൽസ് ചോദിക്കണം. നിങ്ങൾ ക്യാഷ് ചോദിച്ച് വാങ്ങണം. അത് കൃത്യമായി ചോദിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത്. അത് ചോദിച്ചാൽ 2 ഉത്തരം കിട്ടും. ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. അത് ചോദിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഉത്തരവൊന്നും കിട്ടില്ല. നോ തന്നെ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്ന ഇംപ്ലൈഡ് ആയ ഉത്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോദിക്കുക. ആസ് ഫോർ സെയിൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സെയിൽസ്മാൻ ആണെങ്കിൽ, നമ്മൾ ബിസിനസ്മാൻ ആണെങ്കിൽ സെയിൽസ് നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് സെയിൽസ് ചോദിക്കണം. അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളവിടെ പോണത്? സ്വയം പരിശോധിക്കുക. ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ സെയിൽസ് ചോദിക്കാറുണ്ടോ? ഇനി ചോദിക്കുന്ന സമയത്ത് അത് നടന്നു എന്ന കോൺഫിഡൻസിൽ ചോദിക്കണം. കാരണം നേരത്തെ പറഞ്ഞു, ഇമോഷന്റെ ട്രാൻസ്ഫർ ആണ്, വികാരത്തിന്റെ ട്രാൻസ്ഫർ ആണ്. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ സെയിൽസ് കിട്ടുമോ, ഈ സെയിൽസ് കിട്ടില്ലേ, കിട്ടുമായിരിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്ക് കോൺഫിഡന്റ് ആയി ചോദിക്കാൻ കഴിയില്ല. ആ സെയിൽസ് അവിടെ നടന്നു കഴിഞ്ഞു, തന്റെ കസ്റ്റമറെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു, അതിനെ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഞാൻ കൊടുക്കും, അതിന്റെ റിട്ടേൺ ആയിട്ടുള്ള മണി ഞാൻ വാങ്ങും എന്ന കോൺഫിഡൻസോടെ, ഉത്തമ വിശ്വാസത്തോടു കൂടി ആസ് ഫോർ സെയിൽസ്. ഇതാണ് സീക്രട്ട് നമ്പർ 4. 5, ഗീവ് അഡീഷണൽ പെർക്സ്. അഡീഷണലായി എന്ത് കൊടുക്കാമെന്ന് ചിന്തിക്കുക. അതായത് കസ്റ്റമർ ഒരു പ്രൊഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അദ്ദേഹം അത് പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആവുന്ന സമയത്ത് അഡീഷണലായി എന്ത് കൊടുക്കാം? നിലവിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവാത്ത രീതിയിൽ, കസ്റ്റമർക്ക് ഒരു ഗുണമുണ്ടാവുന്ന രീതിയിൽ എന്ത് അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കാം? ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ സാറിന് അതിനോടൊപ്പം ഇന്ന പ്രൊഡക്ട്സ് ഇന്ന ബെനിഫിറ്റ് കിട്ടും. ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ സാറിന് 6 മാസത്തെ ആ ഒരു ഗ്യാരണ്ടിക്ക് അപ്പുറം ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്യാരണ്ടി തരാം. ഈ രീതിയിൽ എന്ത് അഡീഷണൽ പെർക്ക് കൊടുക്കാം, അഡീഷണലായി എന്ത് ബെനിഫിറ്റ് കൊടുക്കാം, അഡീഷണലായി എന്ത് ഇൻസെന്റീവ് അല്ലെങ്കിൽ ബോണസ് കസ്റ്റമർക്ക് കൊടുക്കാമെന്ന് ചിന്തിക്കുക. ആ ചിന്തിച്ച ഉത്തരം കണ്ടെത്തുക. ആ ഉത്തരം കൂടി പറയാൻ തയ്യാറാവും. ഇത് കസ്റ്റമർക്ക് പർച്ചേസ് ഡിസിഷൻ എടുക്കാൻ, വാങ്ങണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാൻ ഒരുപാട് പ്രോംപ്റ്റ് ചെയ്യുന്ന, ഒരുപാട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ സർവീസ് വിൽക്കുന്ന സമയത്ത് എന്താണ് അഡീഷണലായി കസ്റ്റമർക്ക് കൊടുക്കാറ്? അതെന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം. ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് കൂടി അവരുടെ മേഖലയിൽ ഇത് കൊടുക്കാൻ സഹായകരമാവട്ടെ. അതുവഴി ധാരാളം കസ്റ്റമേഴ്സിന് മികച്ച അഡീഷണൽ ബെനിഫിറ്റ്സ് കൂടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. 6, ദ ഫോളോ അപ്പ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ ഇത്രയും മഹൽക്കരമായ, ഇത്രയും പ്രധാനപ്പെട്ട മറ്റൊരു വാക്കില്ല.
ഫോളോ അപ്പ് ഈസ് വെരി ക്രിട്ടിക്കൽ ഫോർ എ സെയിൽസ്മാൻ. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചും ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചും വളരെ ക്രിട്ടിക്കലായ ഒന്നാണ് ഫോളോ അപ്പ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ചെയ്ത എത്രയോ സെയിൽസിന് വേണ്ടി പിച്ച് ചെയ്ത ഒരുപാട് കേസസ് ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടം സെയിൽസ് ഉള്ള വ്യക്തികൾ പല ആളുകളുമാണ് ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക. ലാസ്റ്റ് 6 months നിങ്ങൾ നിങ്ങളുടെ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സർവീസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്ലാൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോൺസെപ്റ്റ് അത് പറഞ്ഞ ആളുകൾ ലിസ്റ്റ് എടുക്കുക. ആ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ 5നും 20നും ഇടയ്ക്ക് തവണയെങ്കിലും ഇതിൽ ഓരോ വ്യക്തികളെയും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയി തന്നെ വീഡിയോ ഒക്കെ നിർത്തിക്കോ, വീഡിയോ ഇനി കാണണ്ട. അവരെ വിളിച്ച് നോക്കിയിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോയി കാണ്, റിസൾട്ട് കിട്ടും. ആ കണ്ട വ്യക്തികളിൽ നിന്ന് തന്നെ ഗ്യാരണ്ടീഡ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. കാരണം ഫോളോ അപ്പ് അങ്ങനെയാണ്. ലോ ഓഫ് ആവറേജ് എന്ന് പറഞ്ഞ ലോ ഉണ്ട്. കുറെ ആളുകളെ കണ്ട കുറെ സെയിൽസ് കിട്ടുന്ന അതേപോലെ ഒരു ലോ ഓഫ് ആവറേജ് ഫോളോ അപ്പിനുണ്ട്. കുറെ ആളുകളെ ഫോളോ അപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്നും സെയിൽസ് കിട്ടും. ഇനി ഫോളോ അപ്പ് ചെയ്യുന്നതും നേരിട്ട് പോയി കാണുന്നതായിട്ടുള്ള സെയിൽസ് കൂടണം, കണ്ടമാനം കൂടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സെയിൽസിന്റെ സയൻസ് പഠിക്കണം, സെയിൽസിന്റെ ആർട്ട് പഠിക്കണം. അതിങ്ങനെ ഒരു വീഡിയോയുടെ രൂപത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മാസം ഓഗസ്റ്റ് 20-ാം തീയതി എറണാകുളം പ്രയാണ ഹോട്ടലിൽ വെച്ച് നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. രാവിലെ 10 മണി തൊട്ട് രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പാണ്. അതിൽ കൃത്യമായി സെയിൽസിന്റെ സയൻസ് എന്താണ്, സെയിൽസിന്റെ ആർട്ട് എന്താണ്, കസ്റ്റമറുടെ സൈക്കോളജി എങ്ങനെയാണ്, കസ്റ്റമറായിട്ട് എങ്ങനെ വേണം ഡീൽ ചെയ്യാൻ, ഓരോ സൈക്കോളജിയുള്ള കസ്റ്റമറെ ഓരോ രീതിയിൽ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാനും പരിശീലിക്കാനും കഴിയും. പഠിപ്പിക്കൽ മാത്രമല്ല, അപ്പുറം ഇപ്പുറം നിർത്തി നിങ്ങൾക്ക് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ കഴിയും. നിങ്ങളുടെ സെയിൽസ് റേഷ്യോ കൂടാനും ഫോളോ അപ്പിലുള്ള ക്ലോസിംഗ് റേഷ്യോ കൂടാനും ഒക്കെ സഹായിക്കുന്ന വർക്ക്ഷോപ്പാണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക, നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യുക. നിങ്ങളുടെ ടീമിന് വേണ്ടി അത്തരത്തിലൊരു സെയിൽസ് വർക്ക്ഷോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. നമുക്ക് അതിനുവേണ്ടിയുള്ള മറ്റ് ഡിസ്കഷൻസ് നടത്താവുന്നതാണ്. എന്നെ തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. എന്റെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് സീക്രട്ട് നമ്പർ 6, ദ റൂൾ ഓഫ് ഫോളോ. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ഇന്ന് തൊട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഐ ആം റെഡി ടു ഫോളോ, ഞാൻ തയ്യാറാണ് ഫോളോ ചെയ്യാൻ, ഐ ആം റെഡി ടു ഫോളോ എന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇനി അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ 1 എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. 1 കാണുമ്പോൾ തന്നെ തിരിച്ചറിയും ഈ 6ഉം നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, എസ്പെഷ്യലി സെയിൽസിലും ബിസിനസ്സിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ സെയിൽസ് റേഷ്യോ കൂടാനും അവരുടെ ഫോളോ അപ്പിലെ ക്ലോസിംഗ് റേഷ്യോ കൂടാനും ഒക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും സഹായകരമാവും. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തുറന്നു തന്നെ അത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ സെയിൽസ് ഡെവലപ്മെന്റിനും ബിസിനസ് ഡെവലപ്മെന്റിനും സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.